ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവർ എന്ന വിശേഷണം ചേരുന്ന രണ്ട് പ്രതിഭകളാണ് റൊണാൾഡോയും മമ്മൂട്ടിയും. പ്രതിസന്ധികളോട് മല്ലിട്ട് പുതിയ വഴികളിലൂടെ സഞ്ചരിച്ച് വെല്ലുവിളികളെ സ്വീകരിച്ച് വിജയം തേടുന്നതാണ് ഇരുവരുടെയും രീതി. കരിയറിന്റെ ആദ്യകാലങ്ങളിൽ രണ്ടുപേരും മാറ്റി നിർത്തലിന്റെ വേദന ആവോളം അനുഭവിച്ചിട്ടുണ്ട്. ഒരു വർഷം മുമ്പേ റൊണാൾഡോ ഇംഗ്ലീഷ് ലീഗിൽ ബൂട്ട് കെട്ടേണ്ടതായിരുന്നു. പോർച്ചുഗീസ് ലീഗിൽ തിളങ്ങി നിൽക്കെ 16-ാം വയസ്സിൽ ലിവർപൂളുമായി ഏതാണ്ട് കരാറിലെത്തിയതുമാണ്. എന്നാൽ തീരെ ചെറുപ്പമാണെന്നും ഇനിയും കളി മെച്ചപ്പെടാനുണ്ടെന്നും പറഞ്ഞ് ലിവർപൂൾ അവസാനം റൊണാൾഡോയെ തഴഞ്ഞു. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കോച്ച് കളി കണ്ട് ടീമിലെടുത്തതും ലോകം റൊണാൾഡോയുടെ പ്രതിഭയിൽ മയങ്ങി വീണതും ചരിത്രം. മമ്മൂട്ടിക്കും ഇത്തരം ദുരനുഭവങ്ങൾ മറ്റു തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്വരം കൊള്ളിലെന്ന് വിധിച്ച് ചിലർ ആദ്യകാലത്ത് സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യാൻ മമ്മൂട്ടി അനുവദിച്ചിരുന്നില്ല. പിന്നീട് മമ്മൂട്ടിയുടെ ശബ്ദ ഗാംഭീര്യത്തിന്റെ താളലയങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെട്ടത് ചരിത്രം. മഞ്ചേരി കോടതിയിലെ ഒരു സാധാരണ അഭിഭാഷകനിൽ നിന്ന് ഇന്ന് നാം അറിയുന്ന മെഗാസ്റ്റാറിലേക്കുള്ള മമ്മൂട്ടിയുടെ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. കൂടെ നിൽക്കാനോ വീഴാതെ താങ്ങി നിർത്താനോ ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന് സൗഹൃദ വലയമോ ഗോഡ് ഫാദർമാരോ ഉണ്ടായിരുന്നില്ല. അതിയായ അഭിനയ മോഹമാണ് മമ്മൂട്ടിയെ MTയുടെയും അടൂരിന്റെയും KG ജോർജിന്റെയും ക്യാമ്പിലെത്തിച്ചത്. തന്നെ ചലഞ്ച് ചെയ്യുന്ന വേഷങ്ങൾ ഏറ്റെടുത്ത് അഭിനയിച്ച് ഫലിപ്പിച്ചാണ് അദ്ദേഹം ഒരു നടൻ എന്ന നിലയിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ദുർഘടമായ വേഷങ്ങൾ തിരഞ്ഞെടുത്ത് അദ്ദേഹം പ്രേക്ഷകരെ നിരന്തരം അമ്പരിപ്പിച്ചുകൊണ്ടിരുന്നു. തന്നിലെ അഭിനേതാവിനെ വിളക്കിയെടുക്കാൻ പുതിയ സംവിധായകർക്കും ടെക്നീഷ്യന്മാർക്കും അവസരം നൽകി. ഇന്നും ഒരു പുതുമുഖത്തെ പോലെ ഏറ്റവും പുതിയ സിനിമയ്ക്കു വേണ്ടി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് മമ്മൂട്ടി. ദുരിതപർവം താണ്ടിയാണ് ലോകത്തെ ഏറ്റവും മൂല്യമേറിയ ഫുട്ബോളറായി ഇന്ന് കാണപ്പെടുന്ന റൊണാൾഡോ രൂപപ്പെട്ടത്. ദാരിദ്ര്യം കാരണം റൊണാൾഡോയെ ഗർഭാവസ്ഥയിൽ തന്നെ ഇല്ലാതാക്കാൻ താൻ ആലോചിച്ചിരുന്നു എന്ന് മാതാവ് പിൻകാലത്ത് വെളിപ്പെടുത്തിയിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതിന്റെ സുവർണകാലത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് പുതിയ വെല്ലുവിളികൾ തേടി റൊണാൾഡോ ലോകത്തെ ഏറ്റവും വലിയ ക്ലബ് എന്ന ഖ്യാതിയുള്ള റയൽ മഡ്രിഡിലേക്ക് കൂടുമാറുന്നത്. 2018 തന്റെ കരിയർ ഏറ്റവും മികച്ച അവസ്ഥയിൽ നിന്നും ലോകത്തെ ഞെട്ടിച്ചൊരു നീക്കത്തിലൂടെ അദ്ദേഹം യുവന്റസിലേക്ക് ചേക്കേറുന്നു. 2021 അവിടം വിട്ട് തന്റെ പഴയ തട്ടകമായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തിരിച്ചെത്തുന്നു. 2023 ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന സൗദി ലീഗിൽ നിന്നും ഓഫറിന് റൊണാൾഡോ യെസ് പറഞ്ഞതോടെ 2 വർഷത്തിനിപ്പുറം സൗദി പ്രോ ലീഗിന്റെ തലവര മാറ്റി വരച്ചു. 40-ാം വയസ്സിലെ UEFA നാഷൻസ് ലീഗ് കിരീടം നേട്ടത്തോടെ തന്റെ മാറ്റു തെളിയിച്ച റൊണാൾഡോ സമർപ്പണത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ജീവിക്കുന്ന മാതൃകയാണ്. നിത്യവും മണിക്കൂറുകൾ ജിമ്മിൽ ചെലവഴിക്കുന്ന, മദ്യപാനമെന്ന ദുശീലത്തെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്ന, ഒരു ടാറ്റു സൂചി കൊണ്ടുപോലും മുറിവേൽപ്പിക്കാതെ സ്വന്തം ശരീരത്തെ അങ്ങേയറ്റം പരിചരിക്കുന്ന റൊണാൾഡോ 40-ാം വയസ്സിലും ഒരു 20-കാരന്റെ ശാരീരിക ക്ഷമതയും മനോബലവും കാത്തുസൂക്ഷിക്കുന്നു. അതുപോലെ ഒരു അഭിനേതാവിന്റെ ഏറ്റവും വലിയ സ്വത്ത് സ്വന്തം ശരീരമാണെന്ന് തിരിച്ചറിഞ്ഞ് ഭക്ഷണക്രമത്തിലും വ്യായാമ മുറകളിലും കണിക്ഷമായ അച്ചടക്കം പാലിച്ചു. പ്രായത്തിന്റെ കടന്നുകയറ്റം മമ്മൂട്ടിയും മന്ദഗതിയിലാക്കി. കാലം തൊടാൻ മടിക്കുന്ന ഇരുവരുടെയും ഉടലുകൾ പലവട്ടം പഠനവിധേയമായിട്ടുണ്ട്. സ്വയം നവീകരിക്കുന്ന മമ്മൂട്ടിയും റൊണാൾഡോയും തമ്മിലുള്ള സാമ്യത എത്ര വലുതാണ്. മനുഷ്യപ്പറ്റിന്റെയും മനസ്സലിവിന്റെയും കാര്യത്തിലും ഇരുവരും ഒരേ മനസ്സുള്ളവരാണ്. നട്ടെല്ല് നിവർത്തി നിൽക്കുന്നവരാണ് രണ്ടുപേരും. അതിനാൽ ഗൗരവ സ്വഭാവക്കാർ എന്ന ആരോപണവും രണ്ടുപേരും നേരിടുന്നു. റൊണാൾഡോയുടെയും മമ്മൂട്ടിയുടെയും കാലത്ത്, അതുപോലെ തന്നെ മെസ്സിയുടെയും മോഹൻലാലിന്റെയും കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞു എന്നത് നമ്മുടെ ഭാഗ്യമാണ്. ആ സുവർണകാലം ഇനിയും തുടരട്ടെ. പുതിയ സ്പോർട്സ് വാർത്തകൾക്കായി കിക്ക് ഓഫ് സ്പോർട്സ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.